CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതാക്കന്മാർക്കും എക്കാലത്തും എതിരാളികൾക്കെതിരെ അവിഹിത ബന്ധം ഉന്നയിക്കുന്നതിനുള്ള താല്പര്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ എന്നാൽ അവർക്കുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചും അവരുടെ അവിശുദ്ധമായിട്ടുള്ള പല റിലേഷൻഷിപ്പിനെക്കുറിച്ചും അതേപോലെ തന്നെ ഓരോ മനുഷ്യനെയും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുന്ന അവരുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി ക്രൂരമായി മർദ്ദനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കൊച്ചു ചെറുപ്പക്കാരൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് SFIയും CPM ഒക്കെ വിടുന്ന ഒരു ക്യാപ്സൂൾസ് ഉണ്ട്. സൈബർ പോരാളികൾ മുഴുവൻ അതിങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഒരു പെൺകുട്ടിയോട് പ്രണയം പറഞ്ഞു, അവളുടെ കയ്യിൽ പിടിച്ചു. എടാ എന്താ കയ്യിൽ പിടിച്ച എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല. ഒരു പരിചയമില്ലാത്തവരുടെ കയ്യിൽ പോലും നമ്മൾ പിടിച്ചിട്ട് വർത്തമാനം പറയാറുണ്ട്. ചിലപ്പോൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചൊക്കെ വലിയ ക്ലാസ് എടുക്കുക, എന്നിട്ട് പിന്നെ ഇമാതിരി തോന്നിയ ദിവസം കാണിക്കുക. കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അത്രയല്ലേ ഉള്ളൂ. ഇത് ആദ്യമായിട്ടല്ല. ഏതെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇത്തരം അവിഹിത ബന്ധങ്ങൾ അത് ആരാ ഉന്നയിക്കുന്നത് ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മാക്സ് അപ്പൂപ്പൻ ഇതിൻ്റെ ഉസ്താദായിരുന്നു. മാക്സ് അപ്പൂപ്പൻ ഒരു സെക്ഷലി അനാർക്കിസ്റ്റ് ആയിരുന്ന ഒരാളാണ്, ലൈംഗിക അരാജകവാദിയായിരുന്നു. അയാൾക്ക് എത്ര സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പോലും അത് രേഖപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ എഴുതിയെന്നുള്ളതല്ലാതെ, അതും 150 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകം. അതിലുള്ള കിതാബിലുള്ള സാധനം വെച്ചിട്ട് അത് വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതിലുള്ളത് ഇങ്ങനെ നടപ്പിലാക്കണം എന്ന് നടക്കുക. മതഗ്രന്ഥങ്ങൾ പോലും നവീകരിക്കപ്പെട്ടു. വിശുദ്ധ ബൈബിളിലും വിശുദ്ധ ഖുറാനിലും വിശുദ്ധ ഭഗവത്ഗീതയിലും ഒക്കെ എഴുതിയിട്ടുള്ള വാക്കുകൾക്കനുസരിച്ചല്ല ഇന്നത്തെ സമൂഹം പോകുന്നത്. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എഡിറ്റിംഗ് മനസ്സിലെങ്കിലും വരുത്തിയിട്ട് അതിനനുസരിച്ച് ജീവിച്ചു ക്രമീകരിക്കുക എന്നുള്ളത് വിശ്വാസികൾ വരെ സ്വീകരിച്ച ഒരു കാലഘട്ടത്തിൽ ഇയാൾ പണ്ട് മാർക്സും എംഗൽസും കൂടി കഞ്ചാവ് അടിച്ചിട്ട് വെള്ളമടിച്ചിട്ട് ബോർക്കി അടിച്ചിട്ട് എഴുതിയിട്ടുള്ള കിതാബും കൈ പിടിച്ചിട്ട് നടക്കിയവന്മാര്, വിവരമില്ലാത്തവന്മാര്. അത് അക്കാലത്തെ യൂറോപ്പിന്റെ സാഹചര്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഇന്ത്യയിലെ സാഹചര്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് പോലും അല്ല. ഇന്ത്യൻ സാമൂഹിക സാഹചര്യം, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ സാഹചര്യം, ഇന്ത്യയിലെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ഒന്നും പരിഗണിക്കാതെ യൂറോപ്പിലെ സാഹചര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടിരുന്നിട്ടുള്ള കിതാബ് നമുക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏറ്റെടുത്ത് ഇറക്കുക. പൊട്ടന്മാരെന്നല്ലാതെ ഉമ്മാരെന്താ വിളിക്കുക? നാളല്ലാത്ത ടീം അന്തം കുതെന്ന് പറയണില്ലെന്നേ. ഇതന്നെ പ്രശ്നം. MM മണിയല്ലേ അവരെ താത്വികാചാര്യൻ. ഇപ്പോൾ ഇവർ ഈ പയ്യനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ആലോചിക്കുമ്പോൾ ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാമല്ലോ, മധ്യവയസ്കൻ, അദ്ദേഹം വർഷങ്ങളോളം പ്രവാസിയായി നിന്ന് വിദേശ രാജ്യത്ത് ജോലിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത പൈസ മുഴുവൻ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തൊരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയപ്പോൾ അതിന് പെർമിഷൻ കൊടുക്കാതെ അയാളെ ബുദ്ധിമുട്ടിക്കുകയും അദ്ദേഹം അവസാനം സഹികിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയത് ദേശാഭിമാനി വലിയ മുമ്പിലാണ്. ദേശാഭിമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉളുപ്പില്ല, ദേശാഭിമാനമില്ല, അത്രേ ഉള്ളൂ. അഭിമാനേ ഇല്ല, പിന്നല്ലേ ദേശാഭിമാനം മാർക്ക്. എന്നിട്ട് ആ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയും CPM നേതാക്കന്മാരുടെ ചിങ്കിടികളായിട്ടുള്ള ഇത്തരം സോഷ്യൽ മീഡിയയിൽ പോരാളി ഷാജിമാർ അവതരിപ്പിച്ചിട്ടുള്ള കഥയും എന്തായിരുന്നു? ആദ്യം ആന്തൂർ സാജൻ്റെ ഭാര്യയ്ക്ക് ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തത്. ആലോചിച്ച് നോക്കണം. ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. മോശപ്പെട്ട ആരോപണം. പാർട്ടിയിൽ തന്നെ വലിയൊരു വിഭാഗം അതിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്ത സ്ഥിതിയിൽ പിന്നീട് ആ വാർത്ത പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് ആ ആരോപണത്തിൽ നിന്ന് അവർ പിന്നോക്കം പോയി. ഒരു മനുഷ്യനെ കൊന്നിട്ട്, ഒരു മനുഷ്യൻ്റെ ആത്മഹത്യക്ക് കാരണമായിട്ട് അതിൻ്റെ ഇരയായി നിൽക്കുന്ന ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുക, ഉമ്മാരെ വൃത്തികെട്ട ഏർപ്പാട് മാത്രമാണോ? എന്തൊക്കെ തോന്നിയ ദിവസം ഒരു കൂട്ടിയിട്ടുള്ളത് ഓരോരുത്തർക്കെതിരെ. ഈ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ, ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ക്ലാഷ് ഉണ്ടായി. ചിത്രലേഖയുടെ അന്ധമായിട്ടുള്ള ആരാധകനൊന്നും അല്ല ഞാൻ, കാരണം ചിത്രലേഖ ചെയ്തതിനകത്ത് കുറേ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ചിത്രലേഖ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തിയേ. ചിത്രലേഖ വേശ്യയാണ്. ഇവർ വിളിക്കുമ്പോൾ പോയിട്ടില്ല, അതന്നെ പ്രശ്നം. ഇവരെ നേതാക്കന്മാരുടെ അടുത്തൊന്നും പോയി കഴിഞ്ഞാൽ നടന്നു, കാര്യങ്ങൾ നടക്കും. അതിന് വിളിച്ചപ്പോൾ കിട്ടിയില്ല, വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ പിന്നെ അവൾ വേശ്യയാണ്. പിന്നെ ഈ ക്യാപ്സൂൾ വിഴുങ്ങികൾ മുഴുവൻ അവർക്കെതിരെ പ്രചാരണം നടത്തുക. അനുപമ അജിത്ത് എന്ന് പറയുന്ന രണ്ട് യുവതി യുവാക്കൾ തമ്മിൽ പ്രണയത്തിലായി, അവർക്ക് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പേക്ക് അന്യ സംസ്ഥാനത്തേക്ക് കടത്തി വിട്ടിട്ട് അതിൻ്റെ പേരിൽ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇവർ പറഞ്ഞു അജിത്തിന് 2 കുട്ടികൾ വേറെയുണ്ട്, വേറെ വിഭാഗത്തിൽ. അജിത്തിൻ്റെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നുമില്ല, അവർ നിയമപരമായി വേറെ പിരിഞ്ഞതാണ്.
അവസാനം എന്തായാലും അനുപമയും അജിത്തും നടത്തിയിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഞാൻ അവിഹിതം എന്ന് പറയുന്നത് ആരോപിക്കുന്ന പെണ്ണിനെതിരാണെങ്കിലും ആണിനെതിരാണെങ്കിലും യാതൊരു അവിടെ ഒരു ജെൻഡർ ന്യൂട്രലാണ് കേട്ടോ. ജെൻഡർ ന്യൂട്രൽ ആവുന്ന അവിടെയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ അവിഹിതം ഉന്നയിക്കും. ഞാനൊക്കെ ഇതൊക്കെ അനുഭവിച്ചതാണെന്നേ. പോയി പണി വെക്കില്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പോഴും പിന്നെ മലപ്പുറത്തെ CPM നേതാക്കന്മാർക്ക് എന്തുകൊണ്ടായി പരസ്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റാത്തത്? എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും. ഞാനിപ്പോഴും മലപ്പുറത്ത് പോയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ 1 മാസം നിന്നത് അല്ലെങ്കിൽ 2 ആഴ്ച നിന്നിട്ടാണല്ലോ തിരിച്ചു വരണേ. ഉമാർ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള വീട്ടിലാണ് നിൽക്കണേ. അങ്ങനെ പേടിച്ചിട്ടും ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം പിന്നെ നരിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ല, ഒരു ദിവസം 4 ദിവസം നായായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം നരിയായിട്ട് ജീവിക്കുന്നത്. നമ്മളെ നിലപാടിൽ ഉറച്ചെന്നെ നിൽക്കുന്നുള്ള രീതിയിലാണ് ഇവർ പിന്നെ മാനം കാക്കാൻ ഈ അണു നയവുമായിട്ട് വരുമ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് സർസിപിയുടെ കാലത്ത് നടപ്പിലാക്കിയിരുന്നു. ഇവർ സർസിപിയുടെ മൂക്കി എത്തിയ കഥയൊക്കെ പറയുമല്ലോ. സർസിപിയുടെ മൂക്കി ചെത്തി പിന്നെ ചോരയിൽ മുക്കിയ വാരിക്കൊന്നെന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞയച്ചതാ. സന്ദീപ് വാചസ്പതി BJP നേതാവ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചരിത്രമൊക്കെ. പുനപ്ര വയലാർ സമരത്തിനകത്ത് ചതിക്കപ്പെട്ട നിഷ്കളങ്കരായ ഗ്രാമീണരെ കുറിച്ച് ഈ നേതാക്കന്മാരും കൊല ചെയ്യപ്പെട്ടിട്ടില്ല. പറഞ്ഞയച്ചു. അപ്പുറത്ത് തോക്കിട്ടെക്കുക. അപ്പോൾ ഇവിടുന്ന് പിന്നെ കമുക് 8ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അലവ് കൊണ്ട് കൂർപ്പിച്ചിട്ട് കുന്താണെന്നും പറഞ്ഞിട്ട് കുത്താൻ പോകുക അതേ തോക്കിനടുത്തേക്ക്. എന്നിട്ട് ഈ മനുഷ്യന്മാർ പടഞ്ഞു വീണ് മരിച്ചു. നേതാക്കന്മാരും കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഇതൊക്കെയാണ് ചരിത്രം. CPM സാമൂഹിക വിരുദ്ധതയുടെ, മനുഷ്യനെ വഞ്ചിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് പുന്നപ്ര വയലാർ സമരം. കയ്യൂർ സമരം ഒട്ടും മോശമല്ല. അതിലേക്കൊക്കെ പിന്നീട് നമുക്ക് പോകാം. എന്തായിരുന്നാലും ഈ ശങ്കരനാരായണൻ തമ്പിയെക്കുറിച്ച് അന്ന് CP പറഞ്ഞത് ഒരു വേശ്യയുമായി ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത്. വേശ്യയായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? വേശ്യയെടുത്ത് പോയില്ലേ? ആരെയും ബലാത്സംഗം ചെയ്യാൻ പറ്റില്ലല്ലോ, പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അനുവാദമില്ലാതെ കടന്നു പിടിക്കാൻ പോയിട്ടില്ലല്ലോ. ഇവന്മാരതല്ലേ ചെയ്ത് പാർട്ടി ഓഫീസിലൊക്കെ ചെയ്തിട്ടുള്ള തോന്നിയാസം എന്തൊക്കെയാണ് അവർ. വാളയാറിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ചിത്രമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ പിന്നെ ചിത്രം. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി അവസാനം അവരെ കെട്ടിത്തൂക്കിയതാണെന്ന് പറയപ്പെടുന്നു. അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് പിന്നെ പ്രോസിക്യൂഷൻ്റെ പിന്നെ ഭാഗത്തു നിന്നുള്ള വാദം. എന്തായിരുന്നാലും പ്രോസിക്യൂഷനും പോക്സോ കോടതിയും എല്ലാം കൂടെ ഒത്തുകളിച്ച് അതിലെ പ്രതികളെ ആദ്യം രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. CPM നേതാക്കന്മാരാ പ്രതികൾ. ദളിത് വിഭാഗത്തിൽപ്പെട്ട നിരാലംബരായിട്ടുള്ള നിരാശ്രയരായിട്ടുള്ള പെൺകുട്ടികളാണ്. 13-8 വയസ്സുള്ള കുട്ടികളാണ്. ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ എൻ്റെയും വീട്ടിലുണ്ട്. എൻ്റെ അരിയത്തിന് നമ്മൾക്ക് 14 വയസ്സായിട്ടുള്ളത്. ആ കുഞ്ഞുണ്ടായപ്പോൾ തൊട്ടേ എടുത്തുകൊണ്ട് നടക്കണം. എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്. നിങ്ങളുടെയും വീട്ടിലുണ്ടാവും. നിങ്ങളുടെ സഹോദരിമാർക്ക്, നിങ്ങൾക്ക്, നിങ്ങളുടെ ബാക്കിയുള്ള അടുത്ത അയൽ വീട്ടുകളിൽ ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ മടിയിലിരുന്ന് കളിച്ചു വളർന്ന കുട്ടികൾ. ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ നിരന്തരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് CPM നേതാക്കന്മാർ. പോക്സോ കോടതി എല്ലാം കൂടി ഒത്തുകളിച്ചു. അവസാനം ഹൈക്കോടതിയുടെ വിധി വന്നു. പോക്സോ കോടതി ജഡ്ജിക്കെതിരെ വരെ പരാമർശം ഉണ്ടായി ഹൈക്കോടതി പിന്നെ വിധിയിൽ. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വാദിച്ച വക്കീൽ ഒത്തുകളിച്ചു എന്നുള്ള വാദം ഉണ്ടായി. ബാലാവകാശ കമ്മീഷനെതിരെ പരാമർശമുണ്ടായി. എന്ത് ചെയ്തു CPM? വളരെ വൈകാരികമൊന്നുമല്ലാതെ വളരെ സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്, എന്ത് ചെയ്തു CPM? പിണറായി വിജയൻ അവിടെ മോൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയേ ഉള്ളൂ. ഈ സംസ്ഥാനത്തെ കട്ടുപിടിച്ചിട്ട് അവളെ കേസ് നടത്തുന്ന പണിയേ ഉള്ളൂ. ലോകോത്തര ഫ്രോഡ് വീണയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടും നടത്തി കൊടുക്കുന്ന പണിയേ ഉള്ളൂ. വീണയെ കെട്ടിയോണ്ട കഥയും ഞാൻ പറയാം. അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഇവർ പറയണമെന്നറിയോ? 9 മണി തൊട്ട് 2 മണി വരെ ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കി, ക്രൂരമായ മർദ്ദനത്തിന് വിധേയനാക്കിയിട്ട് ഇവർ പറയാണ് രാത്രി അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ കാവലിരുന്നു. മനുഷ്യസ്നേഹികൾ. കോവിഡ് കാലത്ത് മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പോലെ തന്നെ ഭയങ്കര സ്നേഹികളാണ്. മൃഗസ്നേഹികളാണ്, മനുഷ്യസ്നേഹികളാണ്. ഇവൻ ആത്മഹത്യ ചെയ്യുമോ? ഇത് ഞങ്ങളെ തള്ളക്ക് ഇത്രയും കൊടുത്തുകൊണ്ട് ഇവനെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ ഞങ്ങൾ കാവലിരുന്നു. ഇവൻ ആത്മഹത്യ ചെയ്യില്ലാന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞങ്ങൾ പിന്നെയും കാവലിൽ നിന്നൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ ആത്മഹത്യ ചെയ്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും ഞങ്ങൾ രണ്ടാമത് അടിച്ചു. തെമ്മാടികൾ. SFIയുടെ പിന്നെ ചാനൽ ചർച്ചകളിൽ വരുന്ന നേതാക്കന്മാർ അഫ്സൽ എന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ടവൻ. അവനെ എന്താ കേന്ദ്ര കമ്മിറ്റി അംഗമാണത്രേ. കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്നേ പോകാറുള്ളൂന്നേ. ഇത് വേറെ രാജ്യത്തൊന്നും ഇല്ല. ഇവർ വലിയ ദേശീയ പ്രസ്ഥാനമായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ പ്രാവശ്യത്തെ കണക്കൂടി വരുമ്പോൾ ചിലപ്പോൾ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഗതികേടിൽ വഴിമുട്ടി നിൽക്കുന്നൊരു പാർട്ടിയാണ് CPM. കണ്ടാ ഏതോ ഒരു അഫ്സൽ എന്ന് പറയുന്ന ഒരുത്തൻ രാഹുലുമായിട്ടാണ് ചർച്ചയിൽ. രാഹുലിൻ്റെ പ്രിയ സുഹൃത്താണ്. രാഹുലുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോഴും മാന്യമായിട്ട് സംസാരിക്കാറുള്ളൂ.
രാഹുൽ വരെ പ്രകോപിതരായിട്ട് പറഞ്ഞു ഇമാതിരി തെമ്മാടികളെ ചർച്ചയ്ക്കേറ്റത് ഇറങ്ങിപ്പോകാൻ പറയാൻ പറഞ്ഞു. എന്നിട്ട് പറയുക തോന്നിവാസം, തോന്നിവാസം. അവന് MSFകാരാണ്, ഞാൻ MSFകാരാണെന്നുണ്ട് ഒരുത്തൻ ചാനലിൻ്റെ മുമ്പിൽ വരുന്നു. അവൻ്റെ വീട് അറിയുന്നുണ്ടെങ്കിൽ പോയിട്ട് ആദ്യം അടിക്കുന്നതാണ് ഞാനായിരിക്കും. അവൻ അഡ്രസ്സ് കിട്ടിയ ഒരു സംശയവും വേണ്ട. കേരളീയ സമൂഹം അവൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തണം. ഇവർ പറഞ്ഞു കൊടുത്ത ഒരു കൂടെയുള്ള സഹപാഠി ഇത്രയും ക്രൂരമായ പീഡനത്തിനിരയായി, കൊലപാതകത്തിനിരയായി ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ആ കൊലപാതകികൾക്ക് വേണ്ടി വക്കീലിനെ പോലെ ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് അവനെ ഭക്ഷണം കൊടുക്കാതെ നിന്നിട്ടില്ല. ഏത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവരെ തന്തയാണല്ലോ ഉണ്ടാക്കിയത്, അവൻ്റെ വാപ്പയാണല്ലോ ഉണ്ടാക്കിയത്, ഏത് വലിയവനാണെങ്കിലും. ഡോക്ടർ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്, ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ തെളിവുകളുണ്ട്. ആന്തരികമായ അവയവങ്ങൾക്കകത്തുള്ള വിശദമായ റിപ്പോർട്ടുകളുണ്ട്. ആമാശയത്തിനകത്തുള്ള, ചെറുകുടലിനകത്തുള്ള, വൻകുടലിനകത്തുള്ള ഒക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് പറയാം ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല, 3 ദിവസം തല്ലിയിട്ടുള്ളൂ, 1 ദിവസം തല്ലിയിട്ടുള്ളൂ. 1 ദിവസം തല്ലാൻ നിനക്ക് ആരോട് പിന്നെ അനുവാദം തന്നെ തെമ്മാടികളെ? 1 ദിവസം തല്ലാൻ ഒരു കുട്ടിയെ പിടിച്ചിട്ട് ഇങ്ങനെ പിന്നെ 9 മണി തൊട്ട് 2 മണി വരെയുള്ള നിരന്തരമായ 5 മണിക്കൂർ പീഡിപ്പിക്കാൻ നിങ്ങൾക്ക് ആരും അനുവാദം തന്നത്? നിങ്ങൾ കുറേ വർത്തമാനം പറയണ്ടല്ലോ, നിങ്ങൾ അവിഹിത ബന്ധം ഉന്നയിക്കുക, പെൺകുട്ടിയെ കയറി പിടിപ്പിക്കുക നോക്കി എന്നുള്ളത് പറയുക, തോന്നിവാസങ്ങൾ പറയുക ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കാർൾ മാർക്സിനെ കുറിച്ച് പഠിക്കണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ലേ പറയണേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിയൻ ദർശനമാണല്ലോ കൊണ്ടുനടക്കണേ. കാർൾ മാർക്സ് ലൈംഗിക കാര്യങ്ങളിൽ ഭയങ്കര അരാജകവാദിയായിരുന്നു. കാർൾ മാർക്സിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയെ പോലും തള്ളിയിട്ട് വീട്ടുവേലക്കാരിയായിട്ട് വരെ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. ഏതൊക്കെ പിന്നെ നാട്ടിൽ, ഏതൊക്കെ രാജ്യത്ത് തനിക്ക് മക്കളുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളായിരുന്നു കാർൾ മാർക്സ്. ഇത് പഠിക്കണം ആദ്യേ. എന്തിന് കാർൾ മാർക്സിലേക്ക് പോകണം? നമ്മുടെ കേരളത്തിലേക്ക് വരാം, നമുക്ക് തിരിച്ചു വരാമെന്നേ. ഇവിടെ AK ഗോപാലിന്റെ കഥ എടുത്ത് നോക്ക്. പാവങ്ങളുടെ പടത്തലവൻ. എന്തൊക്കെയായിരുന്നു പാവങ്ങളുടെ പടത്തലവൻ? പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടാക്കിയത് AK ഗോപാലൻ. 1952 തൊട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു, MP ആയിരുന്നു, ഒക്കെ ആയിരുന്നു. 5 വട്ടം MP ആയിട്ടുണ്ട്. CPM-ന്റെ സമർത്ഥനായ നേതാവായിരുന്നു. AK ഗോപാലൻ 48-ാമത്തെ വയസ്സിൽ 22 വയസ്സുള്ള 26 വയസ്സിന് ഇളയതായിട്ടുള്ള പകുതി പ്രായം പോലും ഇല്ലാത്ത സുശീല ഗോപാലിനെ കല്യാണം കഴിച്ചതിനൊന്നും ഞാനെതിരല്ല. അതൊരു പുരോഗമനകരമായിട്ടുള്ള ചിന്താഗതിയായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ സുശീല ഗോപാലിൻ്റെ വീട്ടിൽ AK ഗോപാലൻ ഒളിവിൽ പാർത്ത സമയത്ത് സുശീല ഗോപാലൻ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് ഇയാൾ പീഡിപ്പിച്ചു എന്നാണ് PT ബൽറാം പറഞ്ഞത്. പഴയ തൃത്താലയം MLA. പോക്സോ കേസ് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ AK ഗോപാലൻ അകത്താകുമായിരുന്നു. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പീഡിപ്പിച്ച് കൊണ്ടു നടന്നു. പിന്നെ അവസാനം പിരിയാൻ പറ്റാത്ത ബന്ധത്തിലായിട്ട് കല്യാണം കഴിച്ചു. 26 വയസ്സുള്ള ഇവിടുത്തെ പറയട്ടെ ചോദിക്കട്ടെ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ, MLA-മാരുടെ, MP-മാരുടെ മക്കളെ 26 വയസ്സ് വേണ്ട 20 വയസ്സ് വ്യത്യാസമുള്ള ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? അപ്പോഴാണ് 26 വയസ്സ് വ്യത്യാസം. ഇത് ഇയാളെ പകുതി പ്രായം പോലും, ഇയാൾക്ക് 48 വയസ്സുണ്ട്. ഇയാൾ പിന്നെ 15 വയസ്സിൽ കല്യാണം കഴിച്ചാൽ മകളാവാൻ പ്രായമുള്ള സുശീല ഗോപാലിനെ കല്യാണം കഴിക്കുന്നു. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ചെറുപ്പത്തിലെ പീഡിപ്പിച്ചേ ഉള്ള കാര്യമാണ് പറയണേ. അതിന് ഇവന്മാരത് തലവട്ടാൻ വരുമോ? പിന്നെ PT ബൽറാമിനെതിരെ വലിയ ഫത്വയൊക്കെ പുറപ്പെടുവിച്ചല്ലോ. രാജ് ജോസഫിനെതിരെ ഒന്ന് പുറപ്പെടുവിച്ച് നോക്ക്, നടപ്പിലാക്കാൻ പറ്റുമോ നോക്ക്. നിങ്ങൾക്ക് വല്ല ട്രെയിനിൽ പോകുമ്പോൾ തള്ളിയിടാൻ പറ്റും, അല്ലെങ്കിൽ വല്ല പിന്നെ ബൈക്കുമ്പോൾ പോകുമ്പോൾ വണ്ടി ഇടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒടിഞ്ഞ സ്ഥലത്ത് നിന്ന് പാകത്തിന് കിട്ടിക്കഴിഞ്ഞാൽ CCTV ഒന്നുമില്ല സ്ഥലത്ത് നിന്ന് വെട്ടിക്കൊല്ലാൻ പറ്റും. ഇത്രയല്ലേ പറ്റുള്ളൂ. എന്നാലും പറഞ്ഞതാ. ഈ വാക്കിലൊരു അക്ഷരം പോലും മാറ്റി പറയാൻ നിങ്ങൾ ഏത് ഡിഫാമേഷൻ കൊടുത്താൽ പോലും ഞാൻ തയ്യാറാവില്ല എന്നുള്ളത് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വെല്ലുവിളിയാണത്. CPM-നോടുള്ള വെല്ലുവിളിയാണത്. എന്താ എറണാകുളത്ത് പിന്നെ 2 കുട്ടികളുള്ളൊരു മാതാവിനെ ലോക്കൽ സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്നതാണ് ആ പെണ്ണ്. വളച്ചുകൊണ്ടുപോയി ആ കുട്ടികളെ ഉപേക്ഷിച്ചോളൂ പോയി. കുടുംബം തകർക്കുന്ന സംവിധാനം എറണാകുളത്ത്. എനിക്കറിയാവുന്ന കുടുംബമാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, എനിക്കറിയാവുന്ന കുടുംബമായതുകൊണ്ട്. വേറൊന്ന് പിന്നെ ശശി, DYFI ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി. സ്വന്തം പാർട്ടിയിലെ തന്നോടൊപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള CKP പത്മനാഭന്റെ മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു, അതിക്രമം നടത്തി. പരാതി കൊടുത്തപ്പോൾ പരാതിക്കാർ പുറത്തു. P ശശി ഇപ്പോഴും പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി CM-ന്റെ. ഇനി മട്ടന്നൂരിൽ നിന്നിട്ട് മത്സരിച്ചിട്ട് മന്ത്രിസഭയിൽ എടുക്കാൻ നിൽക്കുക നാറികൾ. ഗോപി കോട്ടമുറിക്കൽ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ചെയർമാനാണ്. ഇപ്പോൾ പാർട്ടി ഓഫീസ് മണിയറയാക്കിയാണ് വയസ്സുകാലത്ത്. അതൊന്നും ഞാൻ കുറ്റം ചെയ്യുന്നില്ല. പാർട്ടി ഓഫീസ് ഏറ്റവും വലിയ പ്രണയങ്ങളുടെയും രതിയുടെയും കേന്ദ്രങ്ങളായി മാറണം എന്ന് തന്നെ കരുതുന്ന ആളാണ് ഞാൻ. അങ്ങനെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കണ്ടേ. പക്ഷേ
അയാൾക്കെതിരെ ആരോപണം വന്ന അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് ന്യായം രണ്ട് പക്ഷത്തും ഒരേപോലെ ആവണം. ഇനി അത് കഴിഞ്ഞിട്ടോ അടുത്തതോ എം എം മണിയാണ് ഇവരുടെ നാത്തികാചാര്യൻ. എം എം മണി എന്താ പറഞ്ഞേ? ഗ്രാമീണരായ സ്ത്രീകളുടെ സമരമുഖത്തേക്ക് കടന്നു വരുന്നത് കേരളത്തിൽ ആദ്യമായി കണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിലല്ലാതെ കണ്ടത് നമ്മൾ പെമ്പിളെ ഒരുമയുടെ ഇടുക്കിയിലെ സമരമാണ്. മലയാളം പോലും മര്യാദയ്ക്ക് പറയാനറിയാത്ത, എഴുതാനറിയാത്ത, നിരക്ഷരരായ, നിരാശ്രയരായ, നിരാലംബരായ, നിസ്സഹായരായ സ്ത്രീകൾ സമരമുഖത്തേക്ക് കടന്നു വരിക ചെയ്തത്. ആ സമരമുഖത്തേക്ക് കടന്നു വന്നപ്പോൾ അവർക്കെതിരെ പറഞ്ഞ ആരോപണം എന്താ? എം എം മണി, മണിയാശാൻ എന്നിവർ വിളിക്കുന്ന വൃത്തികെട്ട ചറ്റ എന്താ പറഞ്ഞേ? അവർക്കവിടെ കാട്ടിൽ മറ്റേ പണിയാണ്. ഈ മണിയെ ലോക്കൽ സെക്രട്ടറി ആകുമ്പോൾ നാട്ടുകാരെ പിടിച്ച് തല്ലിയതാ. ഒരു വീട്ടിൽ രാത്രി കയറിയിട്ട് റാഞ്ചി കമ്മിറ്റി അംഗത്തിനടുത്ത്. അറിയോ നിങ്ങൾക്ക്? ഉത്തരവാദിത്വത്തിൽ കൂടിയിട്ടാണ് പറയണേ. വിളിച്ചു പറയും എല്ലാ ചരിത്രവും. അവരെ കൊണ്ട് പറയിപ്പിക്കും, നാട്ടുകാരെ കൊണ്ടും. പേടിച്ചിട്ട് പറയാതിരിക്കുന്നവർക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ പറ്റുമെന്നും കൂടി നോക്കും. മണിയുടെ ഒരു മോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മോളുടെ ഒരു വീഡിയോ പുറത്തു വന്നു. അങ്ങനെയാണ് പിന്നീട് മണിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വേറെ കല്യാണം നടത്തുന്നത്. എം എം മണിയെ കുറിച്ച് തന്നെ പറയണേ, ഭൂലോക പരമാറിയാണ് എം എം മണി. ഇത് മാത്രമാണ് ആനി രാജ ഇപ്പോൾ വയനാട്ടിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വരുന്ന CPI-യുടെ ദേശീയ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യ ആനി രാജയ്ക്കെതിരെ, ദേശീയ നേതാവും കൂടിയാണ്, AISF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നടന്നു വരികയും അങ്ങനെ AIYF-ലും പ്രവർത്തിച്ചു, CPI-ലും പ്രവർത്തിച്ച് ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ വനിതാ നേതാക്കന്മാരിലുള്ള ഏറ്റവും ശക്തമായി അഭിപ്രായം പറയാൻ കഴിവുള്ള, വൃന്ദാകരട്ട് മൂലം ഇതിന് കഴിവില്ല, സുഭാഷിന് എനിക്ക് കഴിവില്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ ഭാഗത്തുള്ള വനിതാ നേതാക്കന്മാരിൽ ഏറ്റവും ശക്തമായി ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ ശേഷിയുള്ള ആനി രാജയ്ക്കെതിരെ പറഞ്ഞാൽ അവർക്ക് അവിടെ ഡൽഹിയിലാണ് ഉണ്ടാക്കുന്നത്. ഇവൻ്റെ ഒരു ആക്ഷനുണ്ട് വൃത്തികെട്ടവൻ്റെ എം എം മണിയുടെ. ചത്തുപോയിട്ടില്ല ജന്തു. ചിലരവരെ അയാളെ കരിങ്കുറക്കം എന്നൊക്കെ വിളിച്ച് പറയും. അത് അയാളുടെ രൂപം കണ്ടിട്ടാണ്. ഞാൻ പറയുന്നത് കരിങ്കുറക്കിൽ ആക്ഷേപിക്കരുത്, അവമാനിക്കരുത്. അത്തരം അയാളുടെ മനസ്സിലാണ് വൈകൃതം. അയാളുടെ രൂപത്തിൻ്റെ വൈകൃതത്തെക്കുറിച്ചല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസ്സുകാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അയാളുടെ രൂപത്തിൻ്റെ വൈകൃതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആനി രാജയ്ക്ക് അവിടെ ഡൽഹിയിലാണ് ഉണ്ടാക്കലെന്ന് വയനാട്ടിൽ വന്നിട്ടുണ്ട്. ഇവന് ഈ ഉണ്ടാക്കലും മറ്റേ പണിയും മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാന്നേ, മന്ത്രിയായെന്നേ, 2 പ്രാവശ്യം തുടർച്ചയായിട്ട് MLA ആയെന്നേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജില്ലാ സെക്രട്ടറിയായിട്ട് സ്ഥാനത്ത് തുടർന്നേ. നാട്ടുകാർ മനസ്സിലാക്കണം ഈ പ്രസ്ഥാനത്തിൻ്റെ അധപതനത്തിൻ്റെ അവസ്ഥ. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി കഴിഞ്ഞ തവണ ആലത്തൂർ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വിജയരാഘവൻ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പറയാ, ആ കുട്ടിയുടെ അവസ്ഥ അധോഗതിയാണ്, അവർ തമ്മിൽ എന്തോ മറ്റേത് നടന്നിട്ടുണ്ട്. ഇവരുടെ വനിതാ സഖാക്കളെ ഇവർ കൊണ്ടുപോകുന്നത് അതിനാ. വിജയരാഘവൻ എങ്ങനെയാ ബിന്ദുവിനെ കല്യാണം കഴിച്ചതെന്നുള്ളത് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ മന്ത്രി ബിന്ദുവിനെ നന്നായിട്ട് അറിയാം ചരിത്രം. പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഒറ്റ മന്ത്രിക്ക് പുറത്തോടാണെങ്കിൽ വിജയരാഘവൻ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ പാ സോഷ്യൽ മീഡിയയിൽ. പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. ലോലൻ എന്നാണ് ബിന്ദു ഒരു സമയത്ത് വിജയരാഘവനെ വിളിച്ചിരുന്നത് എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. പ്രകാശ് വാസുദേവനും മാത്യു ആന്റണിയും ഒക്കെ അന്ന് SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള കാലഘട്ട, CP ജോണും ഒക്കെ SFIയുടെ നേതൃത്വത്തിലുള്ള കാലഘട്ട. പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്, സംഭവങ്ങളുണ്ട്. അവർക്കൊന്നും എന്നോട് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജെയിംസ് മാത്യു ഒന്നുണ്ട് SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, സുകന്യയുണ്ട്. എന്നിട്ട് പറയാ കുഞ്ഞാലിക്കുട്ടിയായിട്ട് മറ്റേ ബന്ധമാണ്. എന്നാലും പാലക്കാട് മത്സരിക്കുന്നതുകൊണ്ട് വിജയരാഘവനെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കിടയിൽ ഒരുപാട് പൊതു സുഹൃത്തുക്കളുണ്ട്. അത് പാർട്ടിയുടെ 2 ജില്ലയിലും, പാലക്കാട്, മലപ്പുറം ജില്ലകളിലൊക്കെ, കോഴിക്കോട് ജില്ലകളിലൊക്കെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഉൾപ്പെടെ ഞങ്ങളുടെ പൊതു സുഹൃത്തുക്കളാണ്. ആ രീതിയിൽ സമവായത്തിൻ്റെ ഭാഷയിൽ തൽക്കാലം പോകാൻ നിർത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് രൂക്ഷമായിട്ട് പോകുന്നില്ല. എന്തായിരുന്നാലും പിന്നെ ഒരു DYSP, ബട്ട് SFIക്കാരുടെ ക്രിമിനൽ സ്വഭാവത്തിനെതിരെ രൂക്ഷമായിട്ട് നിലപാടെടുത്ത DYSPയെ ഹണി ട്രാപ്പ് കേസിൽ കുടുക്കിയവരാണ് CPM-കാർ കണ്ണൂരിലെ, കോഴിക്കോട്ടെയൊക്കെയുള്ള. ഞാൻ നേരത്തെ പറഞ്ഞു റിയാസിനെ കുറിച്ച്. റിയാസ് സമീഹിയോട് ചെയ്തത് എന്താണെന്നും റിയാസിന്റെ ബൈസെക്ഷൽ ആക്ടിവിറ്റീസ് എന്തായിരുന്നെന്നും അതിൽ ഇളംബരം കഴിയുമ്പോൾ ഉണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നെന്നും അടുത്ത സ്റ്റോറിയിൽ ഞാൻ പറയും. അതുവരെ തൽക്കാലം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും.